ആരാധനാക്രമ വിഷയവുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു. പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. സീറോ മലബാർ സഭയിൽ ഐക്യം വേണ്ടെന്ന നിർബന്ധം ആർക്കാണ്? ഒരു കാലത്തും ഈ സഭ ഒരുമയോടെ പുരോഗമിക്കരുത് എന്ന ശാഠ്യത്തോടെ ഐക്യശ്രമങ്ങളെ പരാജയപ്പെടുത്തുവാൻ ആർക്കാണ് ആവേശം? സാത്താൻ സഭയെ ഭിന്നിപ്പിക്കാൻ തന്നാലാവതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയാതെ കുറെ നല്ല മനുഷ്യരും സാത്താന്റെ ഉപകരണമായിക്കൊണ്ടിരിക്കുന്നു. അനൈക്യം ഈ സഭയെ ദുർബലപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവിലാണ് പരസ്പരം നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്ത് ഐക്യശ്രമങ്ങൾക്ക് ശക്തി പകരാൻ പിതാക്കന്മാർ തീരുമാനിച്ചത്. ആ തീരുമാനം പരിശുദ്ധാത്മ പ്രേരിതമായതുകൊണ്ട് തന്നെ ഭൂരിഭാഗം രൂപതകളിലും ഒരെതിർപ്പും കൂടാതെ സ്വീകരിക്കപ്പെട്ടു. ഐക്യം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നത് എങ്ങനെ ദൈവികമാകും? അത് എങ്ങനെ അംഗീകരിക്കാനാകും? ഐക്യത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ എല്ലാ രൂപതകളോടുമാണ് സിനഡ് ആഹ്വാനം ചെയ്തത്. ഒരു രൂപതയോടും ഒരു പക്ഷഭേദവും കാട്ടിയില്ല. പിന്നെങ്ങനെ അത് രൂപതകൾക്ക് എതിരാകും? തെറ്റിദ്ധാരണകൾ പരത്താതെ, വൈകാരികമായി ചൂഷണം ചെയ്യാതെ ഒരിക്കലും ഒരു നല്ല കാര്യത്തിനെതിരെ ആളെ കൂട്ടാനാകില്ല. അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഈ ഐക്യശ്രമത്തെ എന്ത് വില കൊടുത്തും ദുഷ്പ്രചരണങ്ങളിലൂടെ പരാജയപ്പെടുത്താനാണ് ചിലരുടെ ശ്രമം. നമുക്ക് ഭാഗ്യസ്മരണാർഹനായ കർദിനാൾ വിധേയത്തിൽ പിതാവിനോട് തന്നെ മാധ്യസ്ഥ്യം തേടാം. 1999 അദ്ദേഹമാണല്ലോ ഈ ഏകീകരണ ഫോർമുല സിനഡിൽ അംഗീകരിച്ചെടുത്തത്. കർത്താവ് നമ്മുടെ സഭയെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്.